സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു തിയറമാണ്. ആക്ച്വലി നമ്മൾ പറഞ്ഞത് തിയറം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ച അവസാനിപ്പിച്ച് വെച്ച ആ ഭാഗത്തേക്ക് പോകാം. നമ്മൾ പറഞ്ഞത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുന്നു, y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ സാധാരണ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന് ജനറൽ ഫോം ആയിട്ട് എഴുതാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് പറഞ്ഞത് ഈ കാണുന്ന സ്റ്റാൻഡേർഡ് ഫോമാണ്. ഇത് സ്റ്റാൻഡേർഡ് ഫോമാണ്. ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ y ഓഫ് എക്സിന് ഒരു പർട്ടിക്കുലർ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് എന്ന ഒരു പർട്ടിക്കുലർ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തിട്ട് നമുക്കിതിനെ നോർമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. നോർമൽ ഫോം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉള്ള ആ ടേം ഒഴിവാക്കുക. അതായത് യു ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു യു ഈക്വൽ ടു 0. y എന്ന വേരിയബിൾ മാറ്റിയിട്ട് നമ്മളിതിനെ യു എന്ന വേരിയബിളിലേക്ക് മാറ്റി എഴുതാ ചെയ്തത്. അപ്പം ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ഇവിടെ നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനിൽ ഈ വി എന്താണെന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ഈ നോർമൽ ഫോമുല മാത്രം ഇവിടെ പഠിച്ചു വെച്ചാൽ മതി. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം എങ്കിൽ അതിന്റെ നോർമൽ ഫോം എന്ന് പറയുന്നത് യു ഡബിൾ ഡാഷ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് യു ഈക്വൽ ടു 0 എന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വലി ഇത് എഴുതണമെങ്കിൽ ഈ ക്യൂ ഓഫ് എക്സ് എന്താണെന്ന് അറിയണം. അതാണ് നമ്മൾ അവസാനമായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു. ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ക്യൂ ഓഫ് എക്സ് മൈനസ് 1/4 ഇൻറ്റു പി ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1/2 ഇൻറ്റു പി ഡാഷ് ഓഫ് എക്സ്. ഇതാണ് ക്യൂ ഓഫ് എക്സ് വരിക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഓക്കെ, സോ ഇതിൽ ക്യൂ ഓഫ് എക്സ് കാണാനും കൂടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനിൽ വി എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇ റൈസ് ടു മൈനസ് ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് വി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം തന്നിരുന്നാൽ ഈ പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ നോർമൽ ഫോം എഴുതാനാവും. നോർമൽ ഫോം is u double dash x plus q of x u equal to 0 where q of x is given by this expression. ഇത്രയും ഭാഗമാണ് നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ തിയറത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. ഈ ഒരു ഭാഗം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കയറ്റി പറയാനുള്ള കാരണം നമ്മൾ ബെസൽ ഫംഗ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഈ ഭാഗത്ത് നമുക്ക് ചെയ്യാനുണ്ട്. ആക്ച്വലി ഇത് ലാസ്റ്റ് മൊഡ്യൂളിലുള്ള സെക്ഷൻ 22 ആ ഭാഗത്ത് വരുന്ന ഒരു തിയറമാണ്. ഇതിന്റെ പ്രൂഫ് ഇവിടെ പറയില്ല. നമ്മൾ ആ സെക്ഷൻ പഠിക്കുന്ന സമയത്ത് തേർഡ് മൊഡ്യൂൾ എത്തിയാലേ ഇതിന്റെ പ്രൂഫിലേക്ക് കടക്കുന്നുള്ളൂ. കാരണം ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള കുറെ റിസൾട്ട്സ് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഈ റിസൾട്ട് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. കാരണം ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടുത്ത ബെസൽ ഫംഗ്ഷൻ ഒരു പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. സോ യു റൈറ്റ് ദിസ് തിയറം. തിയറം is let u of x be any non-trivial solution of u double dash plus q of x u equal to 0 where q of x greater than 0 for all x greater than 0. ഓക്കെ, അതായത് നമ്മൾ ഡിഫറൻഷ്യലിക്കേഷന്റെ നോർമൽ ഫോമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. നോർമൽ ഫോമിലുള്ള ഒരു ഡിഫറൻഷ്യലിക്കേഷൻ എടുക്കുന്നു. അതിന്റെ ഒരു സൊല്യൂഷൻ ആണ്, യു ആണല്ലോ ഇതിലെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യു ഓഫ് എക്സ് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കാം. ഈ തന്ന ഇക്വേഷന്റെ പ്രത്യേകത ഈ ക്യൂ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്നത്. ഇനി ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഇഫ് ഇന്റഗ്രൽ 1 to infinity q of x dx equal to infinity, then u of x has infinitely many zeros in the positive x-axis. ഈ കാണുന്ന q of x എന്ന ഫംഗ്ഷനെ നമ്മൾ 1 to infinity ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൈവേർജന്റ് ആണ്. ഈ ഇന്റഗ്രൽ ഇതിന് ഇൻഫിനിറ്റ് ഇന്റഗ്രൽ ആണ്, ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ്. അതിന്റെ ആൻസർ നമുക്ക് ഇൻഫിനിറ്റി എന്നാണ് ലഭിക്കുന്നതെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് ദിസ് ഇന്റഗ്രൽ ഡൈവേർജസ് then u of x has infinitely many zeros in the positive x-axis. ഇതിൽ യു ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. സോ യു ഓഫ് എക്സ് കണ്ടാൽ നിങ്ങൾക്ക് സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണല്ലോ ആൻസർ ആയിട്ട് ലഭിക്കുന്നത്. സോ അതിലെ എക്സിന് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ യു ഓഫ് എക്സ് 0 ആവാം അല്ലെ. യു ഓഫ് എക്സിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് യു ഓഫ് എക്സ് ഈക്വൽ 0 ആവുന്ന രീതിയിലുള്ള എക്സ് വാല്യൂസിനെയാണ് നമ്മൾ യു ഓഫ് എക്സിന്റെ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സീറോസ് എന്ന് വിളിക്കുന്നത്. യു ഓഫ് എക്സ് ഈക്വൽ 0 എന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ, ദാറ്റ് ആർ ദ സീറോസ് ഓഫ് the function u of x. Okay, so u of x na infinitely many zeros, we can find infinitely many values x which satisfy the relation u of x equal to 0. എന്താണെങ്കിൽ ഇന്റഗ്രൽ 1 to infinity q of x dx equal to infinity ആണെങ്കിൽ ഇതാണ് നമ്മുടെ റിലേഷൻ, നമ്മുടെ തിയറത്തിൽ പറയുന്നത്. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിയെന്ന് വിചാരിക്കുന്നു. നോർമൽ ഫോം കൺസിഡർ ചെയ്തു, അതിൽ q of x എടുത്തു. ഇന്റഗ്രൽ 1 to infinity q of x dx ഇൻഫിനിറ്റി ആണെങ്കിൽ ഈ കാണുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഏതൊരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ എടുത്താലും അതിന് ഇൻഫിനിറ്റി മെനി സീറോസ്
ഈ പോസിറ്റീവ് എക്സ് ആക്സിസിൽ നമുക്ക് കണ്ടുപിടിക്കാനാവും. ഇതാണ് ഈ തിയറത്തിൽ പറയുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, നൗ ഈ ഫോർമുല നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. ഞാൻ അതിനെ മാത്രം ഒന്ന് എടുക്കുകയാണ്. പ്രോബ്ലം: ഫൈൻഡ് ദ നോർമൽ ഫോം ഓഫ് ബെസ്സൽസ് ഇക്വേഷൻ x square y double dash plus xy dash plus x square minus p square equal to y equal to 0. Find the normal form of Bessel's equation. And use it to show that every non-trivial solution Jp of x, every non-trivial solution Jp of x has infinitely many positive zeros. So the problem is, find the normal form of Bessel's equation x square y double dash plus xy dash plus x square minus p square y equal to 0, and use it to show that every non-trivial solution Jp of x has infinitely many positive zeros. Okay, so നമ്മൾ മുമ്പ് ചെയ്ത തിയറവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിനെ ആലോചിച്ച് നോക്കുക. Here we are given the standard form of a second order linear differential equation. You have, this is actually the Bessel's equation. You have to find the normal form of this equation. Okay, normal form എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഇത്തരത്തിലുള്ള ഫോമിലേക്ക് മാറ്റി എഴുതാം. So this is the formula to write the normal form of the given differential equation. And you have to use the result to show that every non-trivial solution Jp of x, ഇതിനെ നമ്മൾ നോർമൽ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ മുമ്പത്തെ തിയറത്തിലെ യു ഓഫ് എക്സ് ആക്കി എടുത്തില്ല. യു ഓഫ് എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ യു ഓഫ് എക്സിന് ഇൻഫിനിറ്റ്ലി മെനി സീറോസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബെസൽസ് ഇക്വേഷൻ ആണ്. ബെസൽസ് ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ എന്തായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ജെ പി എക്സ് ആണ് എന്ന് നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബെസൽസ് ഇക്വേഷന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ജെ പി ഓഫ് എക്സ് ആണ്, ബെസൽ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, സോ ഈ കേസിൽ യു ഓഫ് എക്സ് എന്ന് പറയുന്നത് ജെ പി ഓഫ് എക്സ് ആണ്. സോ യു ഷോ ദാറ്റ് യു ഓഫ് എക്സ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി പോസിറ്റീവ് സീറോസ് ഓർ ജെ പി ഓഫ് എക്സ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി പോസിറ്റീവ് സീറോസ്. So you have to show that this is a differential equation. This particular differential equation satisfies all the conditions of this theorem. That is, JPX is a non-trivial solution of Bessel's equation. You have to write the normal form of Bessel's equation. Then you have to show that integral 1 to infinity, the corresponding function here, q of x dx equal to infinity. Then using this theorem, you can state that JP of x has infinitely many zeros in the positive x-axis. Okay, so direct ആ തിയറം അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിവിടെ പ്രൂഫ് ചെയ്യാൻ പോകുന്നത്. Okay, so first of all you have to write the differential equation. Here given differential equation is x square y double dash plus xy dash plus x square minus p square y equal to 0. Okay, so first of all we have to write the standard form, that is xy dash plus, we have to divide whole equation by x square to make the coefficient of y double dash as 1. Okay, so x by x square is 1 by x y dash plus x square minus p square whole divided by x square y equal to 0. Okay, now you can write capital P of x and q of x. P of x is coefficient of y dash, that is 1 by x, and q of x equal to x square minus p square divided by x square. Okay, so this is P of x and q of x. Now you can write the normal form, normal formers. So write the formula of normal form. Normal formers: u double dash x plus q of x u equal to 0, where q of x equal to capital Q of x minus 1 by 4 p of x square minus 1 by 2 p dash x. നമുക്കെല്ലാം അറിയാം ഇവിടെ q of x എന്താണെന്നുള്ളത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, p of x എഴുതിയിട്ടുണ്ട്, and we can find p dash x also. Okay, so the normal form, to find the normal form you have to write q of x. So here q of x equal to capital Q of x, that is x square minus p square divided by x square minus 1 by 4 into p of x square is 1 by x square minus 1 by 2 into p dash x. P of x is 1 by, so p dash x is minus 1 by x square. So you can write the plus here into 1 by x square. Okay, 1 by x in a derivative minus 1 by x square. So solve this differential equation, solve this expression. So we can take I think 4x square as the LCM, isn't it? Yeah, 4x square LCM ആക്കി എടുത്താൽ മുകളിൽ എന്തൊക്കെ വരും? Here it is 4x square minus 4p square. Here 4x square അങ്ങനെ തന്നെ ഉണ്ട് ഡിനോമിനേറ്ററിൽ, so minus 1 plus 2, isn't it? 4x square ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും.
സോ ദിസ് ഈക്വൽ ടു ആക്ച്വലി 4x² by 4x² എന്ന് കാണുന്നുണ്ട്. അതിനെ നമുക്ക് വേണമെങ്കിൽ 1 എന്ന് എഴുതാം അല്ലേ. ഇതിനെ മാത്രം 4x² by 4x² 1 എന്ന് വിളിക്കാം. ബാക്കിയുള്ള എക്സ്പ്രഷൻസ് എല്ലാം കൂടെ എഴുതുകയാണെങ്കിൽ -1 + 2 is 1. So we have 1 plus ഒരു 1 ഉണ്ട്. 1 minus 4p² divided by 4x². Is the expression correct? So you can write the normal form. Normal form is ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. നോർമൽ ഫോം ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. ക്യൂ ഓഫ് എക്സിന്റെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതാം. സോ വി ഹാവ് u" പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇസ് 1 plus 1 minus 4p² divided by 4x², u equal to 0. ഓക്കെ, ഇതാണ് നോർമൽ ഫോം വരുന്നത്. ഇതാണ് നമ്മളിവിടെ ആദ്യം ചോദിച്ചിട്ടുണ്ടായത്. യു ഹാവ് ടു റൈറ്റ് ദ നോർമൽ ഫോം എന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഇസ് എ നോർമൽ ഫോം. Now to use the theorem, we have to show that this is actually q of x here, small q of x idana. So to use the previous theorem, we have to show that integral 1 to infinity, this q of x dx is infinity. So we consider integral 1 to infinity q of x dx. So this is integral 1 to infinity q of x is 1 plus 1 minus 4p² divided by 4x² dx. ഇൻഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക? ഇംപ്രോപ്പർ ഇന്റഗ്രലിനെ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതിയിട്ട് നമ്മൾ ഇന്റഗ്രൽ 1 to b എഴുതും. ഓക്കെ, സോ യു ഹാവ് ടു റൈറ്റ് ഹിയർ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 1 to b 1 plus 1 minus 4p² divided by 4x² dx. So this is equal to limit b tends to infinity. ഓക്കെ, സിമ്പിൾ ഫംഗ്ഷൻ ആണ്, എലിമെന്ററി ഫംഗ്ഷൻ ആണ്. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതിന് 1ന്റെ ഇന്റഗ്രൽ x എന്ന് വരും. ദെൻ 1/x² ഇന്റഗ്രൽ -1/x എന്ന് വരും. സോ വി ഹാവ് -1 minus 4p² by x. Okay, between limits 1 to b. So this is equal to limit b tends to infinity. When we put x equal to 0, what happens? Sorry, x equal to b അല്ലേ, അപ്പർ ലിമിറ്റ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. സോ ലെറ്റ്സ് പുട്ട് x equal to b first. So we have b minus 1 minus 4p² divided by b. ഒരു 4 ഞാൻ വിട്ടുപോയിട്ടുണ്ടല്ലേ, ഇവിടെ ഒരു 4 ഉണ്ട്. 1 4 here. So 1 minus 4p² divided by 4b. Isn't it? Yeah. ഇനി 1 കൊടുക്കുന്ന സമയത്ത് വരുന്നത് -1 minus ഇത് വരും 1 minus 4p² divided by 4. അല്ലെ, എക്സ് കാണുന്ന സ്ഥലത്ത് ആദ്യം ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് ഈ റിസൾട്ട് കിട്ടിയത്. എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ലഭിച്ചു. ഓക്കെ, ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദിസ് ലിമിറ്റ്? ഇതൊരു എക്സ്പ്രഷൻ, ഒന്നിച്ചൊരു എക്സ്പ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിൽ ബി ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ബി 2 സ്ഥലങ്ങളിലേ വരുന്നുള്ളൂ. ഇവിടെ ഒരു ബി വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഈ കാണുന്ന എക്സ്പ്രഷൻ ആക്ച്വലി ബി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ദ ഹോൾ എക്സ്പ്രഷൻ ബിക്കംസ് ടെൻസ് ടു 0. ഡിനോമിനേറ്ററിൽ ടെൻസ് ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ദിസ് എക്സ്പ്രഷൻ ടെൻസ് ടു 0. സോ ഹിയർ ഇത് 0ലേക്ക് പോകും. ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. വാട്ട് അബൌട്ട് ഹിയർ? ഇവിടെ ബി എന്നൊരു ടേം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. സോ ആസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് ലിമിറ്റ് ബിക്കംസ് ഇൻഫിനിറ്റി. So this is equal to infinity. So by previous theorem, we can conclude that the solution of the given differential equation, the normal form ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ സൊല്യൂഷൻ u of x ആണെങ്കിൽ u of x has infinitely many positive zeros. നമ്മുടെ ഇക്വേഷൻ ബെസൽസ് ഇക്വേഷൻ ആയിരുന്നു. ബെസൽസ് ഇക്വേഷന്റെ കേസിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബെസൽ ഫംഗ്ഷൻസ് ആണ്. സോ ബെസൽ ഫംഗ്ഷൻസിന് ഇൻഫിനിറ്റ്ലി മെനി സീറോസ് ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനാവും ആ മുമ്പ് പറഞ്ഞ തിയറം പ്രകാരം. സോ jpx of s has infinitely many positive zeros. Okay, so this is an important theorem. ടെക്സ്റ്റിന്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള എക്സസൈസ് പ്രോബ്ലംസ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെയാണ് ഇപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ച് കാണാറുള്ളത്. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ പ്രോബ്ലം അല്ല, അതിന്റെ വേറൊരു പ്രോബ്ലം ആയിരുന്നു. അതും കൂടെ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം ഇസ് ദിസ് വൺ. Prove that the positive zeros of jpx and jp plus 1 of x occur alternatively in the sense that between each pair of zeros of either there is exactly one zero of the other. നമ്മൾ തൊട്ട് മുമ്പ് എന്താണ് പ്രൂവ് ചെയ്തത്? ബെസൽസ് ഫംഗ്ഷൻസിന്റെ സൊല്യൂഷൻസ് ആണ് ബെസൽ ഇക്വേഷൻ. ബെസൽസ് ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ് ബെസൽ ഫംഗ്ഷൻസ്. ബെസൽ ഫംഗ്ഷൻസിന് ഇൻഫിനിറ്റ്ലി മെനി സീറോസ് ഉണ്ട് എന്നാണ് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചത്. അപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് റിയൽ ആക്സിസില് സൊല്യൂഷൻസ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ ഒരു സീറോ, ഇവിടെ ഒരു ജെ പി എക്സ് ഓഫ് എക്സിന്റെ ഒരു സീറോ ഉണ്ടെങ്കിൽ, അതായത് 2 സീറോസ് എടുക്കുക. ജെ പി ഓഫ് എക്സിന്റെ അടുത്തടുത്തുള്ള 2 സീറോസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് എന്ത് സീറോ ഉണ്ടാവും എന്ന് കാണിക്കണം? ജെ പി പ്ലസ് 1 ഓഫ് എക്സിന്റെ ഒരു സീറോ ഉണ്ടെന്ന് കാണിക്കണം.
ഇനി ജെ പി പ്ലസ് വൺ ഓഫ് എക്സിന്റെ രണ്ട് കോൺസിക്യൂട്ടീവ് സീറോസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ജെ പി ഓഫ് എക്സിന്റെ ഒരു സീറോ ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഈ സീറോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ജെ പി ഓഫ് എക്സിലെ എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ജെ പി ഓഫ് എക്സ് സീറോ ആയിട്ട് മാറും. അതിനെയാണ് ഈ ഫംഗ്ഷന്റെ സീറോ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ രണ്ട് കോൺസിക്യൂട്ടീവ് സീറോസ് ഓഫ് ജെ പി ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ ദർ ഈസ് എ സീറോ ബിറ്റ്വീൻ ദം എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സിമിലർലി ഇഫ് യു ടേക്ക് ടു കോൺസിക്യൂട്ടീവ് സീറോസ് ഓഫ് ജെ പി പ്ലസ് വൺ ഓഫ് എക്സ് ദർ ഈസ് എ സീറോ ജെ പി എക്സ് ആൻഡ് വെരി ഷോ ദാറ്റ് ദർ ഈസ് എക്സാക്ട്ലി വൺ സെറ്റ് സീറോസ്. അതായത് between jp of x and between two consecutive zeros of jp of x there is exactly one zero of jp plus 1 of x and similar is the case for jp plus 1 of x. Okay, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. For that we use the previous result which we have proved earlier, d by dx of x raised to p jp of x equal to x raised to p jp p minus 1 of x and d by dx of x raised to minus p jpx equal to minus x raised to minus p jp plus 1 of x. ഈ റിസൾട്ട്സ് എല്ലാം ഐഡന്റിറ്റീസ് ആണ്. ബെസൽ ഫംഗ്ഷൻസ് ഉൾപ്പെടുന്ന രണ്ട് ഐഡന്റിറ്റീസ് ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് ഐഡന്റിറ്റി ആണ് ഈ കാണുന്നത്. ഐഡന്റിറ്റീസ് ഈ രണ്ടെണ്ണം പിന്നെ രണ്ടാമത്തെ ഐഡന്റിറ്റിയും അത് മൂന്നും നമ്മൾ ബൈഹാർട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, സോ വി വിൽ യൂസ് ദ ഫസ്റ്റ് റിസൾട്ട് ഹിയർ. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ റിസൾട്ട് അല്ല നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ അതിൽ ഈ കാണുന്ന എക്സ്പ്രഷനിൽ പിക്ക് പകരം പി പ്ലസ് വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി ഹാവ് ദ റിസൾട്ട്, വി ഹാവ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു പി പ്ലസ് വൺ ജെ പി എക്സ്, സോറി ജെ പി പ്ലസ് വൺ ഓഫ് എക്സ്. പി കാണുന്ന സ്ഥലത്തൊക്കെ പി പ്ലസ് വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി ഹാവ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു പി പ്ലസ് വൺ ജെ പി പ്ലസ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു പി പ്ലസ് വൺ ഇൻറ്റു ജെ പി പ്ലസ് വൺ മൈനസ് വൺ, ദാറ്റ് ഈസ് ജെ പി ഓഫ് എക്സ്. ഈ ഒരു റിലേഷൻ നമുക്കറിയാം. ഓക്കെ, നൗ വി പുട്ട് f of x equal to the function inside this bracket, that is x raised to p plus 1 into j p plus 1 of x. ആ ഫംഗ്ഷനെ നമ്മൾ f of x എന്ന് വിളിച്ചു. Now let alpha comma beta be two consecutive zeros of jp plus 1 of x. Two consecutive zeros of jp plus 1 of x. ജെ പി പ്ലസ് വൺ ഓഫ് എക്സിന്റെ അടുത്തടുത്തുള്ള രണ്ട് സീറോസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. നമുക്ക് കാണിക്കേണ്ടത് അതിനിടയ്ക്ക് ജെ പി ഓഫ് എക്സിന്റെ ഒരു സീറോ ഉണ്ടെന്നാണ്. ഓക്കെ, സോ ജെ പി പ്ലസ് വൺ ഓഫ് എക്സിന്റെ രണ്ട് സീറോസ് ആണ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ജെ പി പ്ലസ് വൺ ഓഫ് ആൽഫ ഈക്വൽ ടു സീറോ ആൻഡ് ഇറ്റ്സ് ഈക്വൽ ടു ജെ പി പ്ലസ് വൺ ഓഫ് ബീറ്റ. അതല്ലേ ഇതിന്റെ അർത്ഥം? ആൽഫയും ബീറ്റയും ജെ പി പ്ലസ് വൺ ഓഫ് എക്സിന്റെ രണ്ട് സീറോസ് ആയതുകൊണ്ട് എക്സിന് പകരം നമ്മൾ ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഈ ഫംഗ്ഷൻ സീറോ ആയിട്ട് മാറും. ഓക്കെ, സോ വി ഹാവ് therefore we can conclude that f of alpha equal to f of beta equal to 0 by equation 2. ഈ കാണുന്ന ഇക്വേഷൻ നമുക്ക് 1 എന്ന് കൊടുക്കാം, ഈ f of x എഴുതിയതിന് 2 കൊടുക്കാം. സോ 2ൽ ജെ പി പ്ലസ് വൺ ഓഫ് ആൽഫ സീറോ ആണ്, ജെ പി പ്ലസ് വൺ ഓഫ് ബീറ്റയും സീറോ ആണ്. അതുകൊണ്ട് എഫ് ഓഫ് ആൽഫയും എഫ് ഓഫ് ബീറ്റയും സീറോ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നൗ വി യൂസ് റോൾസ് തിയറം. എന്താണ് റോൾസ് തിയറത്തെ പറയുന്നത്? റോൾസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് if a function f is continuous on a closed interval ab and differentiable on the open interval ab such that f of a equal to f of b equal to 0, then f dash x equal to 0 for some x between a and b. നിങ്ങൾ അനാലിസിസിൽ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ള റിസൾട്ട് ആണിത്. എന്താ റിസൾട്ട് പറയുന്നത്? ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ പോവാണെന്ന് വിചാരിക്കാം. അതിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്, ബിയിലും ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. സോ there is a point x between a and b such that f dash x equal to 0. f dash x 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കാണുന്ന ടാൻജന്റ്, ഈ ഒരു പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ടാൻജന്റിന്റെ സ്ലോപ്പ് 0 ആവാം. നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് വളരെ എളുപ്പം പ്രൂവ് ചെയ്യാവുന്ന റിസൾട്ട് ആണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറം, റോൾസ് തിയറം. ഈ റോൾസ് തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? ജെ പി പ്ലസ് വൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഇറ്റ് ഇസ് ഡിഫറൻഷ്യബിൾ. അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ തൊട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് ഡിഫറൻഷ്യബിൾ in the interval alpha and beta, and alpha and beta are two consecutive zeros of jp plus 1 of x. That means that f of alpha and f of beta equal to 0. Then by Rolle's theorem we can conclude that there is a point x between a and b such that f dash of x equal to 0. Okay, so we can write, so therefore by Rolle's theoremത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും നിങ്ങൾ എഴുതണമെന്നൊന്നുമില്ല, സൈഡിൽ എഴുതി വെച്ചാൽ മതി, പരീക്ഷയ്ക്ക് എഴുതണമെന്നില്ല. So by Rolle's theorem
there exists C belongs to alpha beta such that f dash of C equal to 0. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എഫ് ഡാഷ് എക്സ് എന്താണെന്നുള്ളത് ഡി ദിസ് ഫംഗ്ഷൻ വാസ് എഫ് ഓഫ് എക്സ് സോ എഫ് ഡാഷ് എക്സ് ആണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് സോ ബൈ ഇക്വേഷൻ 1 വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ബൈ 1 വി ഹാവ് സി റേസ് ടു പി പ്ലസ് 1 ഇൻറ്റു എഫ് ഡാഷ് സി എന്താണെന്ന് എഴുതി വെച്ചുള്ളൂ എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു സി റേസ് ടു പി പ്ലസ് 1 ഇൻറ്റു ജെ പി ഓഫ് സി ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ജെ പി ഓഫ് സി ഈക്വൽ ടു 0. ഓക്കെ. So there exists were alpha less than C less than beta. So between two consecutive zeros, here it is, alpha and beta of jp plus 1x, there is a zero of jp of x. കാരണം jp of c equal to 0 എന്ന് പറഞ്ഞാൽ c is a zero of jpx. ആ c എവിടെ നിൽക്കുന്നു? ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിലാണ് നിൽക്കുന്നത്. Okay, so this is the proof. ഇനി നമുക്ക് ഇതേപോലെ തന്നെ തിരിച്ചെടുക്കണം. Let alpha and beta be two consecutive zeros of alpha and beta be two consecutive zeros of jp of x എടുക്കുന്നു and we'll show that there is a zero between there is a zero of jp plus 1 of x between alpha and beta തിരിച്ചു കാണിക്കാം. Okay, so here we use the result നമ്മളിവിടെ എഴുതി വെച്ച രണ്ടാമത്തെ റിസൾട്ട് ആണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. So we will consider this result d by dx of x raised to minus p jpx equal to minus x raised to minus b jp plus 1 of x. ഈ റിസൾട്ട് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. So we'll take f of x as this function. Okay, നമുക്ക് ആ റിസൾട്ട് ആദ്യം തന്നെ വേണമെങ്കിൽ എഴുതി വയ്ക്കാം. വി ഹാവ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇങ്ങനെ എഴുതാനും കുഴപ്പമില്ല. വി ഹാവ് ഡി ബൈ ഡി എക്സ് ഓഫ് പഠിച്ച റിസൾട്ട് ആദ്യം എഴുതാം. എക്സ് റേസ് ടു മൈനസ് പി ജെ പി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് റേസ് ടു മൈനസ് പി ജെ ഇറ്റ് ഇസ് ജെ പി പ്ലസ് 1 ഓഫ് എക്സ് ജെ പി പ്ലസ് 1 ഓഫ് എക്സ്. റിസൾട്ട് അങ്ങനെ തന്നെ എഴുതാണ്. മുമ്പത്തെ കേസിൽ നമ്മൾ പി പ്ലസ് 1 ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ രണ്ടാമത്തെ റിസൾട്ട് നമ്മൾ അങ്ങനെ തന്നെ കോട്ട് ചെയ്തു. സോ വി വിൽ ടേക്ക് എഫ് ഓഫ് എക്സ് ആസ് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു മൈനസ് പി ജെ പി ഓഫ് എക്സ്. അതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ദിസ് ഫംഗ്ഷൻ. ഇനി മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആൽഫയും ബീറ്റയും ജെ പി ഓഫ് എക്സിന്റെ രണ്ട് സൊല്യൂഷൻസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എക്സിന് പകരം ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഓഫ് ആൽഫ എന്നത് ആൽഫ റേസ് ടു മൈനസ് പി ഇൻറ്റു ജെ പി ഓഫ് ആൽഫ എന്ന് വരും. ആൽഫ എന്നത് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്, അല്ലെ റൂട്ട് ആണ്, 0 ആണെന്ന് പറഞ്ഞതുകൊണ്ട് ജെ പി ഓഫ് ആൽഫ 0 ആണ്, ജെ പി ഓഫ് ബീറ്റയും 0 ആണ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ ഈക്വൽ ടു 0. ഓക്കെ, സിൻസ് ജെ പി ഓഫ് ആൽഫ ഈക്വൽ ടു ജെ പി ഓഫ് ബീറ്റ ഈക്വൽ ടു 0. By Rawls theorem again, there exists C belongs to the interval alpha beta such that C belongs to alpha beta such that f dash of C equal to 0. Okay, and what is f dash of C? F of x നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. So the derivative is f dash of x is this one. So we substitute x equal to C here. So we can write minus C raised to minus p into j p plus 1 of C equal to 0. Which implies C cannot be equal to 0. Therefore this implies j p plus 1 of C equal to 0. Where alpha less than C less than beta. So there is a 0 of jp plus 1 of x between alpha and beta, where alpha and beta are the zeros of jpx. So jp of x ine രണ്ട് consecutive zeros എടുത്താൽ അതിന് ഇടയ്ക്ക് നമുക്ക് jp plus 1 of x ന്റെ ഒരു 0 കാണാൻ പറ്റും. Conversely, if you take two consecutive zeros of jp plus 1 of x, there is a 0 of jp of x in between them. Okay. Now, a small fact remains there. We will show that such a 0 is unique. Okay, so നമ്മൾ രണ്ട് consecutive zeros of jp plus jp of x എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് exactly one 0 of jp plus 1 of x മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. To prove the uniqueness, first we take two consecutive zeros of jpx. So let alpha and beta be two consecutive zeros of jpx. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എക്സ് ആക്സിസിന്റെ മുകളിൽ ജെ പി ഓഫ് എക്സിന്റെ രണ്ട് കോൺസിക്യൂട്ടീവ് സീറോസ് ആണ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ജെ പി പ്ലസ് 1 ഓഫ് എക്സിന്റെ ഒരു സീറോ എങ്കിലും ഉണ്ടാവും നമ്മൾ പ്രൂവ് ചെയ്തു. രണ്ട് സീറോസ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഗാമ ആൻഡ് ഡെൽറ്റ ബി ടു സീറോസ് ഓഫ് ജെ പി പ്ലസ് 1 ഓഫ് എക്സ് ഇൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. ഓക്കെ, സോ വി ലെറ്റ് അഗെയിൻ ആൻഡ് ലെറ്റ് ഗാമ കോമ ഡെൽറ്റ ബി ടു സീറോസ് ഓഫ് ജെ പി പ്ലസ് 1 ഓഫ് എക്സ് which lies between alpha and beta.
Now, from the above theorem, we proved that if we take two consecutive zeros of jp plus 1 of x, there is a zero between, so there is a zero of jp of x between them. Okay. ഇവിടെ ആൽഫയും ബീറ്റയും ജെ പി പ്ലസ് വൺ ഓഫ് എക്സിന്റെ രണ്ട് കോൺസിക്യൂട്ടീവ് സീറോസ് ആണെന്നൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ദീസ് ടു ആർ എനി ടു സീറോസ് ഓഫ് ജെ പി പ്ലസ് വൺ ഓഫ് എക്സ്. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിലുള്ള ജെ പി പ്ലസ് വൺ ഓഫ് എക്സിന്റെ രണ്ട് സീറോസ് ആണ് ഇതെന്നേ നമുക്ക് അറിയുള്ളൂ. ഈ രണ്ട് സീറോസ് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഇടയ്ക്ക് വേറെയും ജെ പി പ്ലസ് വൺ ഓഫ് എക്സിന്റെ സീറോസ് ഉണ്ടാവാം. നമ്മുടെ അസംഷൻ പ്രകാരം നമുക്ക് അത് അറിയില്ല. സോ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇതിനിടയ്ക്ക് ഇത് രണ്ടും ജെ പി പ്ലസ് വൺ ഓഫ് എക്സിന്റെ സീറോസ് ആണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് കാണാൻ പറ്റും? കോൺസിക്യൂട്ടീവ് ആയുള്ള രണ്ട് സീറോസ് എന്തായാലും കാണാൻ പറ്റും. അടുത്തടുത്ത് വരുന്ന രണ്ട് സീറോസ് നമുക്ക് ചൂസ് ചെയ്യാം. സോ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി വി മേ അസ്യൂം ദാറ്റ് ദീസ് ടു ആർ ടു കോൺസിക്യൂട്ടീവ് സീറോസ് ഓഫ് ജെ പി പ്ലസ് വൺ ഓഫ് എക്സ്. അത്തരത്തിലുള്ള രണ്ട് സീറോസ് ആണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്തതെന്ന് വിചാരിക്കാം. തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം ജെ പി പ്ലസ് വൺ ഓഫ് എക്സിന് രണ്ട് കോൺസിക്യൂട്ടീവ് സീറോസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ജെ പി ഓഫ് എക്സിന്റെ ഒരു സീറോ കാണാൻ കഴിയണം. ഓക്കെ, സോ ദർ ഈസ് എ സീറോ ഓഫ് ജെ പി എക്സ് ബിറ്റ്വീൻ ഗാമ ആൻഡ് ഡെൽറ്റ. ഇതിന്റെ ഇടയ്ക്ക് ജെ പി ഓഫ് എക്സിന്റെ ഒരു സീറോ ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ ബിക്കോസ് വി അസ്യൂംഡ് ദാറ്റ് ആൽഫ ആൻഡ് ബീറ്റ ആർ ടു കോൺസിക്യൂട്ടീവ് സീറോസ് ഓഫ് ജെ പി എക്സ്. ആൽഫയും ബീറ്റും ജെ പി ഓഫ് എക്സിന്റെ രണ്ട് കോൺസിക്യൂട്ടീവ് സീറോസ് ആണ്. അതിന്റെ ഇടയ്ക്ക് പിന്നെയും എന്തുണ്ടാവാൻ പറ്റില്ല? ജെ പി ഓഫ് എക്സിന്റെ ഒരു സീറോ ഉണ്ടാവാൻ പറ്റില്ല. സോ ദിസ് എ കോൺട്രഡിക്ഷൻ. അത്ര മാത്രമേ അതിൽ പറയാനുള്ളൂ. സോ വി ക്യാൻ റൈറ്റ് ഹിയർ ദെൻ ദർ എക്സിസ്റ്റ് എ സീറോ ഓഫ് ജെ പി എക്സ്. ദർ എക്സിസ്റ്റ് എ സീറോ ഓഫ് ജെ പി എക്സ് ബിറ്റ്വീൻ ഗാമ ആൻഡ് ഡെൽറ്റ. ബിറ്റ്വീൻ ഗാമ ആൻഡ് ഡെൽറ്റ. ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ ടു ദ ചോയ്സ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. The choice of alpha and beta. Okay, ക്ലിയർ ആണല്ലോ പറഞ്ഞത് അല്ലെ? ആൽഫയും ബീറ്റയും രണ്ട് കോൺസിക്യൂട്ടീവ് സീറോസ് എടുത്തു ജെ പി ഓഫ് എക്സിന്റെ. എന്നിട്ട് അതിനിടയ്ക്ക് ജെ പി പ്ലസ് വൺ ഓഫ് എക്സിന്റെ ഒരു സീറോ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ രണ്ടെണ്ണം ഉണ്ടെന്ന് എടുത്തു. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് കോൺസിക്യൂട്ടീവ് ആയുള്ള രണ്ടെണ്ണമാണ് ഇത് എന്ന് വിചാരിച്ചാൽ അതിന്റെ ഇടയ്ക്ക് വീണ്ടും ജെ പി ഓഫ് എക്സിന്റെ ഒരു സീറോ ഉണ്ടാവണം, നമ്മൾ മുമ്പ് പ്രൂവ് ചെയ്ത പ്രകാരം. പക്ഷെ അത്തരത്തിലൊരു സീറോ ഉണ്ടാവെങ്കിൽ ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ ടു ദ ചോയ്സ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ബിക്കോസ് വി ചൂസ് ആൽഫ ആൻഡ് ബീറ്റ ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ആർ ടു കോൺസിക്യൂട്ടീവ് സീറോസ് ഓഫ് ജെ പി എക്സ്. ഓക്കെ, ദാറ്റ്സ് എ പ്രൂഫ്. സോ ദീസ് ടു പ്രോബ്ലംസ് ആർ വെരി ഇമ്പോർട്ടന്റ്. അതിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിച്ച് കാണാറുള്ളതാണ്. ഓക്കെ.